അന്തംഗമ്മികൾ ഇന്നലെ നടത്തിയ ഇസ്രായേൽ വിരുദ്ധ പ്രകടനം എന്തിനായിരുന്നു? ഇന്നലെ ജൂൺ 18-ാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം എറണാകുളം ബോട്ടുചെട്ടിക്കടുത്ത് CPIM സിറ്റി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ റാലി കാണുക. അവർ മുന്നിൽ പിടിച്ചിരുന്ന ബാനറിൽ എഴുതിയിരുന്നത് ഇപ്രകാരമായിരുന്നു: സയനിസ്റ്റ് തെമ്മാടികളുടെ യുദ്ധവെറിക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികളുടെ ആണവ കച്ചവടത്തിനെതിരെ യുദ്ധവിരുദ്ധ റാലി. എന്നാൽ ഇറാനെതിരെ ഇവർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്ന് പിന്തുടരുന്ന കാഴ്ചപ്പാടുകളുടെ തത്വശാസ്ത്രങ്ങളുടെ ശില്പിയായ കാറൽ മാർക്സ് പോലും ഒരു യഹൂദനായിരുന്നു എന്നത് മറന്നാണ് കേരളത്തിലെ അന്തംഗമ്മികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാക്കാമാരുടെ വോട്ടുറപ്പിക്കുവാൻ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയത്. അത് മാധ്യമങ്ങൾ വഴി തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. അന്തംഗമ്മികൾക്ക് തങ്ങളോടുള്ള പ്രതിപത്തി കണ്ട് നിലമ്പൂരിലെ കാക്കാമാർ സ്വരാജിന് കുത്തുമെന്ന് കരുതിയാണത്രേ തലേദിവസം ഈ പരിപാടി അവതരിപ്പിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ടെന്നിരിക്കെ ക്രൈസ്തവരെ മുറിപ്പെടുത്തി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് CPM ഇന്നലെ പോയത് എന്തുകൊണ്ടാണ്? അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. അതുപോലെ രാജ്യതാൽപര്യം നോക്കിയാലും ഇന്ത്യയുടെ സഹായി ആരാണ്? ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിമുകളുടെ 10 വോട്ട് കൂടുതൽ കിട്ടുവാൻ ഇസ്രായേൽ വിരുദ്ധ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോൾ ക്രിസ്തുവിനെ വിറ്റ് തിന്നുന്ന ഒരൊറ്റ പള്ളിത്തന്തന്മാർക്കോ പാച്ചർമാർക്കോ സങ്കടം തോന്നിയില്ല. മൈ ലോഡ് ഈസ് എ ജൂയിഷ് കാർപ്പൻ്റർ എന്ന് വാഹനത്തിൻ്റെ പുറകിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നവന്മാരെയും അവിടെ കണ്ടില്ല. എന്നാൽ തൻ്റെ ദൈവമായ യേശുക്രിസ്തു പൂജാതനായ ഇസ്രായേലിനെതിരെ ലോകത്തിൻ്റെ ഒരു മൂലയിൽ കുറെ അന്തംഗമ്മികൾ കിടന്ന് കുരയ്ക്കുന്നത് കണ്ട് എറണാകുളം സ്വദേശിയായ നീത ബ്രൈറ്റ് ഫെർണാണ്ടസ് എന്ന യുവതി ഒറ്റയ്ക്ക് ഇസ്രായേൽ പതാകയുമേന്തി നിന്ന് എറണാകുളത്ത് സമരക്കാരുടെ മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചത് കാണുക. അന്തംഗമ്മി പോലീസ് ഇവരെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിച്ചു. അവസാനം സഹികെട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി 8 മണി വരെ അവിടെ പിടിച്ചിരുത്തി. എല്ലാവർക്കും ചെയ്യാം. ആശയപ്രകടനം ഞാൻ ഒറ്റയാളാണ്. ഇന്ത്യയും ഇസ്രായേലും സ്നേഹത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. 11 വയസ്സുള്ള എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കാശില്ല, ഭക്ഷണം കൊടുക്കാനുള്ള കാശില്ല. അതിനുവേണ്ടി സമരം ചെയ്യും. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അല്ലാണ്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ മോദി എടുത്ത് തലയിൽ വെച്ചോളും, ഇവരെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ഇല്ലേ? എൻ്റെ പുണ്യസ്ഥലമാണ് ഇസ്രായേൽ. എൻ്റെ പുണ്യദേശത്തെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ അവരുടെ റൈറ്റാണത്. അവർക്ക് ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ടാൽ, ആൾക്കാർ തട്ടിക്കൊണ്ടുപോയാൽ അവരുടെ റൈറ്റാണത്. അവർക്ക് യുദ്ധം ചെയ്യാനുള്ളത്. ഇവിടെ പകൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇവർ അനങ്ങിയില്ലല്ല. ഹായ് ഓദാവിനു ഹായ് അമ്മിസ്രായേൽ ഹായ് ഓദാവിനു ഹായ് അമ്മിസ്രായേൽ ഹായ് ഓദാവിനു ഹായ്. ഇന്ത്യയുടെ സ്നേഹമുള്ള രാജ്യമായിട്ടുള്ള ഇസ്രായേലിന് എതിരായിട്ടാണ് ഇവർ തിരിഞ്ഞേക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഓർക്കുക ഇന്ത്യയുടെ സ്നേഹത്തിൽ, ആയുധ കരാറിൽ സ്നേഹത്തിലുള്ള രാജ്യമായിട്ടാണ് ഇവരെതിരെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇസ്രായേലിനെതിരെ തിരിഞ്ഞു നിൽക്കണതിനെ എതിർത്തതിനാണ്. അന്തംഗമ്മികൾക്ക് ഇസ്രായേലിനെതിരെ കുരയ്ക്കുവാൻ അവകാശം ഉണ്ടെന്നതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുവാനുള്ള അവകാശവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതിന് കോരൻ്റെ മകൻ്റെ തിട്ടൂരം ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പാക്കേണ്ടുന്ന പോലീസ് സംവിധാനങ്ങൾ പിണറായിയുടെ കാവൽ നായ്ക്കൾ ആയിപ്പോകരുത്. കാരണം നിങ്ങൾക്കുള്ള ശമ്പളം തരുന്നത് AKG സെൻറ്ററിൽ നിന്നല്ല, അത് സംസ്ഥാന ഖജനാവിൽ നിന്നാണ് എന്ന് മറക്കരുത്.
ഇനി ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നീത ബ്രൈറ്റ് ഫെർണാണ്ടസ് പറയുന്നത് കേൾക്കുക. എറണാകുളം ലോക്കൽ കമ്മിറ്റി ഉണ്ടല്ലോ ഇതിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ ഇസ്രായേലിനെതിരെ അവര് ജാഥ സംഘടിപ്പിക്കണം എന്നാണ് അവർ എഴുതിയേക്കുന്നത്. ഇതാണ്: സയനിസ്റ്റ് തെമ്മാടികളുടെ യുദ്ധവെറിക്കെതിരെ സാമ്രാജ്യത്വ ശക്തികളുടെ ആയുധ കച്ചവടത്തിനെതിരെ യുദ്ധവിരുദ്ധ റാലി ഈ 2025 ജൂൺ 18 വൈകിട്ട് 5-ന് CPIM സിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കേട്ടാ. അതെവിടെയാണ്? ബോട്ട്ജെട്ടിയുടെ ഓപ്പോസിറ്റുള്ള റോഡില്ലേ എറണാകുളം, അവിടെ നിന്ന് മേനക വരെയൊക്കെയാണ് അവർ ചെയ്തത്. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇതിൽ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവർക്കറിയാം ഞാൻ ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകുമെന്ന് അറിയാം. അപ്പൊ എൻ്റെ അടുത്ത് വഞ്ചി സ്ക്വയർ ആണ് പറഞ്ഞു. പിന്നെ ഞാൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും CPIM പാർട്ടിയുടെ എന്തെങ്കിലും ഇതുണ്ടോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവരിങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എവിടെയാണ്? ഹൈക്കോർട്ടിന്റെ അവിടുത്തെ ഒരു പോലീസുകാരന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇന്ന സ്ഥലത്താണ്, അപ്പൊ എനിക്ക് അവിടെ പോകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇന്ന സ്ഥലത്താണ് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആളുകളോട് ചോദിച്ചു, ഇന്ന് അവിടെ പോയി എന്താണ് സംഭവിച്ചത്? നമ്മളെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ഞാൻ ഇസ്രായേലിന്റെ പതാക പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. ഇസ്രായേലിനെതിരെ നിങ്ങളിവിടെ ഈ കേരളത്തിലെ പാർട്ടിക്കാർ സമരം ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ദൈവം ഇസ്രായേലിനെ ഇത് സംസാരിക്കാനോ ഒന്നും പാടില്ലെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? അവര് എന്താണ് അപ്പൊ തന്നെ വനിതാ പോലീസിനെ ഒന്ന് കൊണ്ടുപോയിക്കോന്ന് അവര് പാർട്ടിക്കാരാണ് പറഞ്ഞു കൊടുക്കുന്നത്. പാർട്ടിക്കാരാണ് പറയണത്. പാർട്ടിക്കാർ പറഞ്ഞനുസരിച്ചിട്ടാണ് പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. വനിതാ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? എന്നെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ഭാഗത്തുള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് കൊണ്ടുപോയി. FIR രജിസ്റ്റർ ചെയ്തോ? FIR ഒന്നും എന്റെ അടുത്ത് എനിക്ക് എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടൊന്നുമില്ല. അതിനകത്ത് ഒരു പേപ്പറിൽ ഒപ്പിടിച്ച് എന്റെ വണ്ടി, എറണാകുളത്തിരിക്കുന്ന വണ്ടി, എന്താണ് മേനകയിലിരിക്കുന്ന വണ്ടി, നമ്മൾ അവിടെ തന്നെ ഇരിക്കട്ടെ, എന്റെ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവര് എടുത്തോണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. വണ്ടി തിരിച്ചു തന്നോ? വണ്ടി ഞാൻ റോട്ടിൽ വെച്ചിട്ട് പോയതാണ്. എവിടെ? മേനകയുടെ അവിടെ, SBI ബാങ്കിന്റെ ഫ്രണ്ടിൽ. അവിടെ ഇരിക്കട്ടെ വണ്ടി അവിടെ ഇരിക്കട്ടെ, എനിക്ക് പിറ്റേ ദിവസം ചെന്ന് ഞാൻ എടുക്കാം. എന്തുകൊണ്ടാണ് ഇവരെടുത്തോണ്ട് വന്നത്? ആ വണ്ടി സഹിതം ഇവരെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. വണ്ടി സ്റ്റേഷൻ ബെയിലിൽ വേറെ ആരെങ്കിലും ബെയിൽ പറഞ്ഞു? ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് ഞാൻ പോയിക്കോളാം. എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകും, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാൻ ഒന്നിനും എതിർത്തിട്ടില്ല, അറസ്റ്റിനെയും എതിർത്തിട്ടില്ല, ഒന്നിനും എതിർത്തിട്ടില്ല. പക്ഷെ ഞാൻ ഇസ്രായേലിനെ ഇതിനെ പറയണത് ഞാൻ എതിർക്കും. എന്റെ ദൈവത്തെ, എന്റെ ദൈവമായ ഇസ്രായേലിന്റെ ദൈവമാണ്. അതിനെ ഞാൻ തൊട്ട് കളിക്കാൻ. എപ്പോഴാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളെ? ഒരു 5 മണിയൊക്കെ, 5 ഇപ്പൊ രാത്രി ഒരു 8 മണിയൊക്കെ, 9 മണിയൊക്കെ ആയി. അതുവരെ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിരുത്തിയോ? അതുവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. എന്നിട്ട് സെല്ലിലിട്ടോ അതോ പുറത്തിരുത്തിയോ? മറ്റേ പുറത്തിരുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് തന്നെ, ഉള്ളിലേക്കുള്ള ഒരു ഓഫീസിന്റെ അറ്റത്ത്. എന്നിട്ട് കൗൺസിലറിനെ വിളിച്ചു, ഞാൻ വരുത്തി. ഇവിടുത്തെ കൗൺസിലർ വന്നു. ഞാൻ പറഞ്ഞ കൗൺസിലർ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഒരു കൗൺസിലർ മുസ്ലിമാണ്, കാജൽ സലീം. ഓക്കെ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇസ്രായേലിന്റെ ദൈവത്തിന് അവരെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ ആളുകളെ ഇവര് പിടിച്ചോണ്ട് പോയി, ഹോസ്റ്റേജസ് ആക്കി കൊണ്ടുപോയി. അപ്പൊ അവർക്ക് നിലപാടെന്തായിരുന്നു? കൗൺസിലർ അവർക്ക് ജസ്റ്റ് ഒന്ന് വന്ന് എന്നെ റിലീസ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ. ഷീ ഈസ് നോട്ട്, അവർ കോൺഗ്രസിന്റെ ഇതായിരുന്നു, അതിൽ പാർട്ടിയിൽ നിന്നു. അപ്പൊ എനിക്ക് പാർട്ടിയൊന്നും ഇല്ല എന്നുള്ള പറയുമെങ്കിലും എനിക്ക് ഐ ഡോണ്ട് നോ, ബട്ട് ദേ ആർ സയനിസ്റ്റിനെതിരായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിരിക്കാം. എനിക്ക് സയനിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അവരുടെ രാജ്യത്ത് നിന്ന് ഒരാൾ. ഇസ്രായേലിൽ പോയിട്ടുണ്ട് ഇതുവരെ? ഞാൻ പോയിട്ടില്ല, എന്റെ മനസ്സ് അവിടെയാണ് മൊത്തം. ഇസ്രായേലിൽ പോകാണ്ട് തന്നെ നമ്മൾ കർത്താവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പേരെന്താണ്? എന്റെ പേര് നീത ബ്രൈറ്റ് ഫെർണാണ്ടസ്. നമ്മൾ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ടോ? അവനവന്റെ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. എന്നാലും നമുക്കൊരു വിശ്വാസമുണ്ട്. അതേപോലെ നമ്മുടെ ദൈവം വളർന്ന സ്ഥലം അവിടെയാണ്, കുരിശിൽ തറക്കപ്പെട്ട സ്ഥലം അവിടെയാണ്. അപ്പൊ നമ്മുടെ പുണ്യസ്ഥലമല്ലേ? നമ്മുടെ പുണ്യസ്ഥലത്തെ കുറിച്ച് നമുക്ക് ആര് പ്രൊട്ടക്ട് ചെയ്യും? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഇന്റർനാഷണൽ പ്രശ്നങ്ങളിലേക്ക് കേരളം ഇടപെടേണ്ട ആവശ്യമില്ല. അതിന് മോദി ഗവൺമെന്റ് ഉണ്ട്, കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ ഭരണാധികാരികളുണ്ട്. അവര് നല്ല രമ്യതയിൽ കഴിയുന്ന ആൾക്കാരാണ്. ഈ ഒരു കേരളത്തിലെ ആൾക്കാര് രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്റർനാഷണൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ ഇസ്രായേലിനെ? മുസ്ലിങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്, അല്ലാണ്ട് വേറെ എന്തുകൊണ്ടാണ്? പ്രീണനം കിട്ടണ്ടേ, വോട്ട് കിട്ടണ്ടേ? എന്നാലല്ലേ മരുമകനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിലമ്പൂർ
ഇലക്ഷൻ ലക്ഷ്യം വെച്ചിട്ടാണോ വെച്ചല്ലേ? ഡെഫിനറ്റ്ലി അവരെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക, അവര് കൂടെയാണെന്ന് കാണിക്കുക. എന്റെ കർത്താവിന്റെ പേര് മലയാളത്തിൽ യേശു എന്നും ഇംഗ്ലീഷിൽ ജീസസ് എന്നുമാണ്. പാർട്ടിയിലുള്ള ഒരാളെ വിളിച്ചു, ഞാൻ അകത്തേക്ക് പാർട്ടി ഓഫീസിൽ കയറിയില്ല, പുറത്തേക്ക് വിളിച്ചു. എന്റെ കർത്താവിന്റെ പേര് യേശു എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ജീസസ് എന്നും അല്ല, നെയിം യേശുവ എന്നാണ്. കർത്താവ് രക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ യേശു ആഹ മെഷിഹാക്ക എന്നാണ് കറക്റ്റ് അത് പറയേണ്ടത്. അല്ലാതെ ജീസസ്, പിന്നെ തമിഴില് യേസപ്പ അല്ലെങ്കിൽ യേശയ്യ, അങ്ങനെ പല ഇതിലും സ്വന്തം അപ്പന്റെ പേര് ആരും മാറ്റി പറയത്തില്ല. പിന്നെ ഈ പേര് മാത്രം എന്തുകൊണ്ടാണ് മാറ്റി പറയണത്? കർത്താവിന്റെ പേര് മാത്രം എന്തിനാണ് മാറ്റി പറയണത്? അങ്ങനെ മാറ്റി പറയേണ്ട ആവശ്യമില്ല. കുലത്തിലാണ് ജനിച്ചത്, അപ്പൊ ആ പേരാണ് പറയേണ്ടത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അപ്പന്റെ പേരാരും മാറ്റി പറയത്തില്ല. അപ്പൊ ഇത് പറഞ്ഞത് തെറ്റി. വിഗ്രഹാരാധന പാടില്ല. ഇവരൊക്കെ വിഗ്രഹം ആരാധിക്കണോണ്ടാണ് ഞാനത് വിട്ടുപോയത്. ശബ്ബാത്ത് ആചരിക്കണം, ഇവരാരും ശബ്ബാത്ത് ആചരിക്കണില്ല. കർത്താവ് ആചരിച്ചിരുന്നത് യഹൂദന്മാരുടെ ശബ്ബാത്താണ് ആചരിച്ചിരുന്നത്. സന്ധ്യയായി ഉഷസായി, ആദ്യം സന്ധ്യയാണ് അയക്കണത്, അതിനുശേഷമാണ് ഉഷസാകുന്നത്. അപ്പൊ വൈകിട്ട് മുതൽ പിറ്റേ ദിവസം വൈകിട്ട് വരെയാണ് അവർ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെയാണ് യഹൂദകുലത്തിൽ ശബ്ബാത്ത് ആചരിക്കുന്നത്. അത് തന്നെയാണ് കർത്താവും ഫോളോ ചെയ്തത്. അപ്പൊ ഇതെല്ലാം ഓക്കെ, സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, സയനിസ്റ്റിനെതിരെ നിങ്ങൾ തിരിയണ, ഇസ്രായേലിനെതിരെ തിരിയേണ്ട യാതൊരു കാര്യമില്ല. ഇന്ത്യയും ഇസ്രായേലും നല്ല സ്നേഹത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയണം? ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടാണ്? പകൽഗാമിൽ നമ്മുടെ ഇന്ത്യക്കാരെ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതുപോലെ ഇസ്രായേലിലെ ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയപ്പോൾ, ഇപ്പോഴും പിടിച്ചു വെച്ചോണ്ടിരിക്കുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോക്കൽ ഏരിയയിൽ കിടന്ന് ഇവരെ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ സമരം നടത്തുന്നത്? എന്റെ പുണ്യസ്ഥലം ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ എനിക്ക് സഹിക്കത്തില്ല. കേരളത്തിൽ ഞങ്ങൾ വന്നിട്ട് 8 മാസമായി, ഞാനും ഭർത്താവും. എനിക്ക് നമ്മുടെ സ്വദേശം എവിടെയാണ്? ഞങ്ങള് എറണാകുളത്ത്. നിങ്ങൾ ബേസിക്കലി മലയാളികൾ തന്നെയല്ലേ? ഞങ്ങൾ ബേസിക്കലി മലയാളികൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ഇസ്രായേൽ ബന്ധം എങ്ങനെ ഉണ്ടായി? ബൈബിള് ഞാൻ എന്റെ മോനെ 3rd 4th ഞാൻ ഇതാണ് പഠിപ്പിച്ചത്, തിയോസെൻട്രിക് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ആണ് പഠിപ്പിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ പള്ളിയിൽ പോയിരുമ്പോൾ അവിടുത്തെ മിക്ക പിള്ളേരും എടുത്തേക്കണ ഹോം സ്കൂളിംഗ് ആണ്, തിയോസെൻട്രിക് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ആ 13 വർഷമായിട്ട് ആ പള്ളിയിൽ പോയി ആ പള്ളിയിലുള്ള നടക്കുന്നത് തെറ്റുകൾ. നമ്മൾ ഈ കാത്തലിക്കിന്ന് ഈ ബോണഗെയിൻ ചർച്ചിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതിലെ വിഗ്രഹാരാധന ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ചാടിയത്. ഇതിൽ ചാടിക്കഴിഞ്ഞപ്പോൾ ഇവര് എന്റെ ആലയം പ്രാർത്ഥനാലയം മാർക്കറ്റ് പ്ലേസ് ആക്കിയെന്ന് പറഞ്ഞ പോലെ അവിടെ കച്ചവടമാണ് നടക്കുന്നത്. സ്ഥലക്കച്ചവടം നടക്കുന്നുണ്ട് ദുബായ് സിറ്റി ചർച്ചിൽ. സ്ഥലക്കച്ചവടം, ഊട്ടിയിലെ സ്ഥലങ്ങൾ, അതിന്റെ കച്ചവടം. പിന്നെ ഒരാൾക്ക് 10,000 രൂപ കിട്ടിയാൽ 10,000 രൂപ ആർക്ക് കൊടുക്കണം? പള്ളിക്ക് കൊടുക്കണം. അത് ടൈത്ത് ആൻഡ് ഓഫറിങ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇതുണ്ടാവും. നമ്മൾ അവർക്ക് കൊടുക്കണതിന് ഒരു തെളിവുമില്ല. അവർക്ക് എല്ലാം ചെക്കായിട്ട് വേണം. ടൂർ പ്രോഗ്രാം നടത്തും അവർ. ഈ കാശൊക്കെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ നടത്തും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നമ്മൾ തെറ്റാണ്. നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി പോകാണ്ട് ഇവര് കാശിന്റെ പുറകെ പോയി മണി ഇതാണ് പഠിപ്പിക്കണത്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ തെറ്റാണെന്ന് നമ്മൾ അതിൽ പിന്നെയും കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.